രാജ്യത്ത് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വന്ന ഒരു വലിയ ഓപ്പറേഷൻ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. കരേട്ടുകുലു കുന്നിൻ്റെ മുകളിൽ തമ്പടിച്ചിരുന്ന നൂറുകണക്കിന് മാവോയിസ്റ്റുകളെ കൊന്നൊടുക്കിക്കൊണ്ട് സൈന്യം നടത്തിയ അതിസാഹസികമായ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആ ഒരു ചടങ്ങിൽ ആ ഒരു ചരിത്ര വിജയം കുറിച്ച ചടങ്ങ് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹി നടക്കുകയുണ്ടായി. ഛത്തീസ്ഗഡ് മുതൽ തെലുങ്കാന അതിർത്തിയിലെ ബിജാപൂർ വരെ പടർന്നു കിടക്കുന്ന ഒരു വലിയ കുന്നിൻ പ്രദേശമാണ് ഈ ഗരാക്കുട്ട കുന്നുകൾ. വളരെ നിബിഡമായ വനങ്ങൾ, ദുഷ്കരമായ പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിലേക്കാണ് സൈനിക നീക്കം നടന്നത്. അവിടെ ഒരു വലിയ രീതിയിലുള്ള മുന്നൊരുക്കം നടത്തിയതിനു ശേഷം CRPF-ന്റെയും മറ്റു സേനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ ആക്രമണം തന്നെയാണ് അവിടെ നടത്തിയത്. ആ ആക്രമണത്തിനൊടുവിൽ 31 മാവോയിസ്റ്റ് ലീഡർമാരടക്കം കൊല്ലപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ BGL ഷെല്ലുകൾ അടക്കം 800ഓളം സ്ഫോടക വസ്തുക്കൾ കിട്ടി. മറ്റനവധി സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കാൻ കഴിഞ്ഞു. 210-ലധികം ഒളിത്താവളങ്ങൾ പൂർണ്ണമായി തന്നെ നശിപ്പിക്കാൻ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒളിത്താവളങ്ങൾ പലതും ഈ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ കൂടി ആണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏതായാലും പശുപതി മുതൽ തിരുപ്പതി വരെയുള്ള ആ പ്രദേശത്തെ 6.5 കോടി ജനങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം സേന എഴുതി ചേർത്തിരിക്കുന്നു എന്ന് അമിത്ഷാ പറയുകയുണ്ടായി. CRPF സേനാ അംഗങ്ങളെ ആദരിക്കാൻ ആയിട്ട് അമിത്ഷാ ദില്ലിയിൽ അവരുടെ ആസ്ഥാനത്ത് എത്തിയിരുന്നു. ഇവിടെ ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. DGR കോബ്രാസ് അടക്കം ഉള്ള സൈനികർക്ക് ആദരം ശ്രീ അമിത്ഷാ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരുന്നു. ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് വേളയിൽ ജവാന്മാരുടെ ധീരതയും വീര്യവും ചരിത്രത്തിൽ തന്നെ ഒരു സുവർണ ലിപിയായി എഴുതി ചേർക്കുമെന്ന് കൂടി അമിത്ഷാ പറഞ്ഞു. എല്ലാ നക്സലുകളും കീഴടങ്ങുകയോ അതോ ഇല്ലാതാവുകയോ ചെയ്യുന്നത് വരെ ഈ പോരാട്ടം തുടരും. മോദി സർക്കാരിന് വിശ്രമമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നക്സൽ മുക്തമാക്കുക തന്നെ ചെയ്യും. അതിനുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഇതിന്റെ വാർത്തകളൊക്കെ ഇടയ്ക്ക് നമ്മൾ നൽകുന്നുമുണ്ടായിരുന്നു. ഇപ്പോഴേതായാലും ആ ഓപ്പറേഷൻ വലിയ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഈ നിബിഡമായ വനത്തിനുള്ളിലായിരുന്നു ഈ നക്സലുകളുടെ പ്രധാന ഒളിത്താവളങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രവും ഒക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ പൂർണ്ണമായി മുക്തമാക്കാൻ കഴിഞ്ഞതോടുകൂടി ഏതാണ്ട് 6.5 കോടി ജനത്തിന് ഒരു സ്വാതന്ത്ര്യം ലഭിച്ചതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ താൻ മുൻപോട്ട് പോകും നക്സലുകളെ 2026 മാർച്ച് 31 മുമ്പ് പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് അമിത്ഷാ മുൻപ് പറഞ്ഞിരുന്നു. ഏതായാലും അദ്ദേഹം ആ പ്രയാണത്തിൽ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഏതാണ്ട് 94% നക്സൽ ബാധിത മേഖലകളും ഇപ്പോൾ സ്വതന്ത്രമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.